ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ബോണ്ട റെസിപ്പിയാണ്. ഈസി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. മൈസൂർ ബോണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് 1.5 കപ്പ് മൈദയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് തൈര്, പച്ചമുളക്, മല്ലിയില, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇവയാണ് എടുത്തിട്ടുള്ളത്. മാവൊന്ന് തയ്യാറാക്കണം. ഇതിനായിട്ട് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി മല്ലിയില, പച്ചമുളക്, ഞാനൊരു മുളക് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മല്ലിയില, തേങ്ങാക്കൊത്ത് ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മൈദ ചേർക്കുമ്പോൾ കൂടുതൽ കട്ട പിടിക്കില്ല. ഇനി മൈദ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് തിക്ക് രൂപത്തിലുള്ള മാവാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇനി ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മൈസൂർ ബോണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കൂടുതൽ സമയവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബോണ്ടയ്ക്കുള്ള മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ ടീസ്പൂണായിട്ട് ബോണ്ടൻ്റെ മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗവും വേവായതിന് ശേഷം ഇത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ മൈസൂർ ബോണ്ട റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.